നമസ്കാരം. മണ്ണിനടിയിലെ പൊന്നിൻ കട്ട, അതാണ് മഞ്ഞൾ. മഞ്ഞൾ എന്ന് മലയാളത്തിലും, ടർമറിക് എന്ന് ഇംഗ്ലീഷിലും, ഹൽദി എന്ന് ഹിന്ദിയിലും അറിയപ്പെടുന്ന കുർക്കുമ ലോങ്ക എന്ന ശാസ്ത്രീയ നാമമുള്ള മഞ്ഞൾ. കുർക്കുമിനാണ് മഞ്ഞളിലെ ആന്റി ഓക്സിഡന്റ്. നമുക്കറിയാം, കൊറോണ വന്ന കാലം ഏറ്റവും കൂടുതൽ എല്ലാവരും ഉപയോഗിച്ച സാധനം മഞ്ഞളാണ്. രോഗപ്രതിരോധ ശക്തിക്കും മറ്റ് വൈറസുകളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാനും മഞ്ഞൾ നമ്മൾ ഉപയോഗിച്ചിരുന്നു. ഈ കൃഷി ചെറിയൊരു വിത്ത് കഷണം മണ്ണിലിട്ടിട്ട് നിസാരമായ വളങ്ങൾ, വെറും ചാരം, ചാണകപ്പൊടി ഇത് മാത്രം ഇട്ടുകൊണ്ട് നമ്മൾ വളർത്തുന്ന താരതമ്യേന ഏത് മണ്ണിലും വളർന്നു വരുന്ന ഒന്നാണ് മഞ്ഞൾ. 7 മുതൽ 10 മാസം വരെ ഇതിൻ്റെ വിളവെടുപ്പ് സമയമാണ്. വളർച്ചക്കാലം അങ്ങനെയാണ്. പൊതുവെ കീടരോഗബാധ മഞ്ഞളിനെ സാരമായി ബാധിക്കാറില്ല. കാരണം മഞ്ഞളിൻ്റെ പ്രതിരോധ ശക്തി തന്നെയാണ് അതിന് കാരണം. ഈ നിറം നോക്കിക്കേ, എത്ര തനി തങ്ക നിറമാണിതിന്. മഞ്ഞ, ചുവന്ന മഞ്ഞ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അത്രയേറെ ഔഷധവും അത്രയേറെ ശക്തിയും പ്രതിരോധ ശക്തിയും ഉള്ള ഒന്നാണ് മഞ്ഞൾ. ധാരാളം വൈറ്റമിനുകൾ, ധാതു ലവണങ്ങളുടെ കലവറയാണ് മഞ്ഞൾ. കാൽസ്യം, ഇരുമ്പ്, പൊട്ടാസ്യം, മഗ്നീഷ്യം, ചെമ്പ്, സിങ്ക് എന്ന് വേണ്ട നിരവധി ധാതുക്കളുടെ കലവറ. ഏതെല്ലാം രീതിയിലാണ്? സൗന്ദര്യ സംരക്ഷണത്തിന് മഞ്ഞൾ നല്ലതാണ്. ആരോഗ്യത്തെ നിലനിർത്താൻ മഞ്ഞൾ നല്ലതാണ്. രോഗപ്രതിരോധ ശക്തി, ശ്വസന രോഗങ്ങൾ, ശുദ്ധീകരണം, എന്തെങ്കിലും വിഷം തീണ്ടുകയോ അല്ലെങ്കിൽ വിഷകരമായ എന്തെങ്കിലും നമ്മളെ കടിക്കുകയോ ആക്രമിക്കുകയോ ചെയ്താൽ മഞ്ഞൾ പുരട്ടി ആ വിഷാംശം വലിച്ചെടുക്കുന്ന നമ്മുടെ പ്രകൃതി ദത്ത ചികിത്സാ സമ്പ്രദായം നമുക്കുണ്ട്. തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ മഞ്ഞൾ അത്യുത്തമമാണെന്നാണ് ശാസ്ത്രീയമായ പഠനം. ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു, കരൾ രോഗങ്ങളെ ചെറുക്കുന്നു, വീക്കം, ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ, നീരുവീഴ്ച ഇതെല്ലാം തടയുന്നു. പ്രമേഹം, ക്യാൻസർ, ഹൃദ്രോഗം എന്ന് വേണ്ട കുടലിൻ്റെ ആരോഗ്യം, കൊഴുപ്പ് കുറയ്ക്കുന്നു, നല്ല ബാക്ടീരിയകളെ വളർത്തുന്നു, എല്ലുകളുടെ ആരോഗ്യം, സോറിയാസിസ് എന്നിങ്ങനെ നിരവധി രോഗങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകുന്ന നമ്മുടെ നാട്ടുവളപ്പിലെ, നമ്മുടെ വീട്ടുവളപ്പിലെ ഒന്നാന്തരം ഔഷധമാണ്, തനിത്തങ്കമാണ് മഞ്ഞൾ എന്ന് നമുക്ക് ഓർമ്മിക്കാം. ഇടവിളയായിട്ടും അല്ലാതെയും തെങ്ങിൻ തടത്തിലും വാഴക്കിടയിലും എല്ലായിടത്തും നമുക്ക് മഞ്ഞൾ വെച്ച് മഞ്ഞൾ വളർത്തി അതിൻ്റെ ഏറ്റവും നല്ല ഗുണം നമുക്ക് സ്വീകരിക്കുകയും നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നല്ല ഊർജമുള്ളതാക്കി, നല്ല ബലമുള്ളതാക്കി മാറ്റുകയും ചെയ്യാം. മഞ്ഞൾ നമുക്കെല്ലാവർക്കും കൃഷി ചെയ്ത് എല്ലായിടത്തും വളർത്തുകയും ചെയ്യാം.